Hello everyone, welcome back to Edu's Pharma Academy. So നമ്മൾ നോക്കാൻ പോകുന്ന കീമോതെറാപ്പി ലെപ്രസി ആണ്. സോ ലെപ്രസി എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രഗ്സുകൾ വരുന്നുണ്ട്, സോ അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. സ്ട്രക്ചറോടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സിമ്പിൾ, നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സ്ട്രക്ചർ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും, ഫാർമക്കോളജിയിൽ എന്താന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് ഫിനൈൽ അലാനിൻ. അവിടെ എന്താ വരുന്നത്? ഹൈഡ്രോക്സിലേസ് എൻസൈമാണ് ആക്ട് ചെയ്യുന്നത്. ഹൈഡ്രോക്സിലേസ് എൻസൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന എൻസൈം ആണ്. സോ ഈ ഒരു സ്ട്രക്ചറിൽ നോക്കി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഫസ്റ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്തു, അങ്ങനെയാണ് നമുക്ക് ടൈറോസിൻ കിട്ടിയത്. അപ്പൊ ഗ്ലൂക്കോനിയോജെനസിസ് ജെനസിസ് മീൻസ് പ്രൊഡക്ഷൻ. അപ്പൊ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോ മീൻസ് പുതുതായി ഉണ്ടാവുക എന്നുള്ള ഒരു അർത്ഥമാണ് നിയോ. അപ്പൊ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ഏതായിരുന്നു? 2 types ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ടായിരുന്നു. സിമ്പത്താറ്റിക് ആൻഡ് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ. അതില് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ ഏതായിരുന്നു ന്യൂറോ ട്രാൻസ്മിറ്റർ? ഇറ്റ് ഈസ് എസറ്റൈൽ കൊളിൻ. നമ്മൾ എങ്ങനെയാ പഠിച്ചേ? പാരാസിമ്പത്താറ്റിക് എസറ്റൈൽ കൊളിൻ ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഡ്രഗ്സ് ആണ്. സോ കുറെയൊക്കെ നമുക്കറിയാം, എന്നാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? എമറ്റിൻ ആണ്. 2%, നോട്ട് ലെസ് ദാൻ, അതിൽ താഴെ പോകാൻ പാടില്ല. എന്താണ്? ഈതർ സോലുബിൾ ആൽക്കലോയിഡ്സ്. Okay, hemicolinum or HC3 എന്ന് എഴുതിയിരിക്കുന്നു. So hemicolinum is a drug which will block the uptake of choline into the cholinergic nerve endings. ക്ലിയർ അല്ലേ? ഏതായിരുന്നു? കൊളിൻ അകത്തേക്ക് പോകുന്ന പ്രോസസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ഹെമികോളിനിയം. ഫാർമക്കോളജിയിലെ കാർഡിയോടോണിക്സ് അല്ലെങ്കിൽ നമ്മുടെ കാർഡിയോ ഗ്ലൈക്കോസൈഡ്സ് ആണ് ഇന്നത്തെ ഡിസ്കഷൻ. നമുക്കറിയാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അല്ലെ കാർഡിയോ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിജോക്സിൻ എല്ലാവരും ഡിസ്പെൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.